ഹലോ. അപ്പോൾ നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു നാടൻ ചിക്കൻ കറി ആയാലോ. അപ്പോൾ കുറേ ദിവസമായി കേട്ടോ നല്ല രീതിയിൽ കുറച്ച് ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ പിന്നിലെ കഥകളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ഇന്നതേ നല്ല അടിപൊളി നാടൻ ചിക്കൻ കറിയാണേ. അപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 2 വലിയുള്ളി ഒന്ന് നൈസായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് വരുന്നത് നമ്മുടെ ഉള്ളി എത്രത്തോളം വഴണ്ട് വരുന്നുണ്ടോ നല്ല ക്യാരമലൈസ്ഡ് ആ ഒരു കളറില്ലേ, നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇതേ ഒരു കൈപ്പിടി നമ്മുടെ കറിവേപ്പിലയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്കൊക്കെ ആഡ് ചെയ്യാം. പിന്നെ അതേ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാല വറുത്ത് പൊടിച്ചതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഗരം മസാല ആയതുകൊണ്ട് ആ ഒരു ഫ്ലേവർ അതിന് കിട്ടും. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒന്ന് മുങ്ങിക്കിടക്കാൻ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം അരമണിക്കൂറെങ്കിലും വേണ്ടി വരും. നല്ല ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിലേക്ക് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരണ്ടേ. അപ്പോൾ ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് ഇവിടെ അരിയോ റോട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ കറിയുടെ കോംബോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്താണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ.